ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. കുറേ ആയി നിങ്ങൾക്ക് കരിയർ ജേണി ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ട്. ഇന്നിപ്പോ നമ്മൾ ബിന്ദുവിന്റെ കൂടെ അതുപോലെ സോന മാം കുറച്ച് പേരുടെ കരിയർ ജേണി ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇപ്പൊ എന്റെ മുന്നിലുള്ളത് നമ്മുടെ ബിന്ദു മാഡം ആണ്. ബിന്ദു മാഡം ഹൈലി ക്വാളിഫൈഡ് ആണ്. എം ഒക്കെ കഴിഞ്ഞതാണ് സൈക്കോളജിയിൽ. നമ്മുടെ HBIT ഡിസംബർ ബാച്ചിലെ നമ്മുടെ ഒരു മെമ്പർ കൂടെയാണ് ബിന്ദു മാഡം. അപ്പൊ ബിന്ദു മാഡത്തിന് ജോബ് കിട്ടിയിരിക്കുന്നത് മുംബൈയിലാണ്. നിങ്ങൾ ഇതുവരെ ഗൾഫിലെ കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലെ? അല്ലെ, നിങ്ങൾക്ക് ദുബായ്, ഖത്തർ, ഒമാൻ എന്നൊക്കെ പറഞ്ഞ് കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒക്കെ നമ്മൾ പറയുന്നതാണ് കേരളം വിട്ടിട്ട് നിങ്ങളൊന്ന് മാറിപ്പിടിക്ക്. കേരളത്തിലെ പോലെയല്ല, പുറത്ത് പോയാലും നിങ്ങൾക്ക് ഇന്റർനാഷണൽ സ്കൂൾ കിട്ടുന്നുണ്ട്, വിസ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ അതാണ് നമ്മുടെ ബിന്ദു മാഡത്തിന് കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാം, നാട്ടിൽ എങ്ങനെയാണ് നല്ലൊരു സ്കൂളിലേക്ക് കയറി പോകാൻ പറ്റുന്നത്, ഇതൊക്കെ എനിക്ക് ഉറപ്പുണ്ട് ബിന്ദു മാഡത്തിന്റെ കരിയർ ജേണിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ. സോ ഞാൻ ബിന്ദു മാഡത്തിന്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം. ബിന്ദു മാം, മാമിന്റെ ഒരു കരിയർ ജേണി ഒന്ന്, എവിടുന്നാണ്, എന്തൊക്കെ ചെയ്തു, ഇപ്പൊ എന്താണ് ജോബ് കിട്ടിയത്, ഒന്ന് പറയും. ഞാൻ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലായിരുന്നു കുറച്ചു കാലം വർക്ക് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നാട്ടിലുണ്ടായിരുന്ന ഒരു സാഹചര്യം അറിയാലോ, മീൻസ് നമുക്ക് സാലറി വൈസ് വലിയ ഉയർച്ച ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു 10 കൊല്ലത്തോളം ഞാൻ കോളേജിൽ പഠിപ്പിച്ചു. പിന്നെ ഞാൻ കോളേജ് തൽക്കാലം ഡ്രോപ്പ് ചെയ്ത് എനിക്ക് ഇറങ്ങണം എന്ന് കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ജൂലൈയിൽ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഗസ്റ്റ് ലെക്ചറായിട്ട് കയറി. എന്നിട്ട് അപ്പൊ അതിൽ നിന്നിട്ടും ഞാൻ മുമ്പ് കൊറോണ സമയത്താണ് ഞാൻ മുനിറ മാമിന്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പൊ അന്ന് മുതൽ ഞാൻ മാമിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, കോച്ചിങ്ങിന്റെ കാര്യം. ഇങ്ങനെ എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ ഇതിലേക്ക് എൻ്റർ ചെയ്യും, എങ്ങനെ കോഴ്സ് എടുക്കും എന്നുള്ളൊരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് എടുക്കണം, എന്റെ ലക്ഷ്യം കുറച്ചും കൂടെ ഹയർ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഇതിൽ നിന്നിട്ട് മാമിന്റെ പ്രോഗ്രാം ഇടയ്ക്ക് HBIT പ്രോഗ്രാം ചെയ്തു. അത് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ റെസ്യൂമെ, എൻ്റെ ബാക്കി കാര്യങ്ങൾ, മീൻസ് PPT, എങ്ങനെ പ്രസന്റേഷൻ, എങ്ങനെ ഡെമോൺസ്ട്രേഷൻ, എങ്ങനെ ലെസൺ പ്ലാൻ, കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ലേൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇതൊക്കെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്നിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഇൻഡീഡ് അതുപോലെ തന്നെ ലിങ്ക്ഡിനില് വളരെ സജീവമായിട്ട്, വളരെ ആക്റ്റീവായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് നോക്കുന്ന വെബ്സൈറ്റ്സ് ആണ് ഇൻഡീഡ്, അതുപോലെ ലിങ്ക്ഡിൻ, അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിന്റെ വേക്കൻസി വരുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഇന്റർനാഷണൽ സ്കൂൾ വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ വിത്തിൻ ഇന്ത്യ വരുന്ന വേക്കൻസി വരുന്ന സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം നമ്മൾ എന്ത് നോക്കുന്നു എന്നുള്ള പ്രിഫറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ എന്ത് വാച്ച് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാം നമ്മളെ ചോയ്സ് അനുസരിച്ചുള്ള സാധനങ്ങൾ തരും. സോ ഞാൻ ഇങ്ങനെ ടീച്ചിങ് വാക്കൻസീസ് നോക്കിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ നന്നായിട്ട് ആഡ് സെർച്ച് ചെയ്യായിരുന്നു. വീഡിയോസിനെക്കാട്ടി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ആഡ് സെർച്ച് ചെയ്യായിരുന്നു. അപ്പൊ എന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള വേക്കൻസീസ് ഇൻസ്റ്റഗ്രാം എനിക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. അപ്പൊ പല ആപ്ലിക്കേഷൻസും ഞാൻ പോയിട്ട് കുറേ ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ. ബിഫോർ ഈ HBIT എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100-300 ആവില്ലാന്ന് തോന്നുന്നു എനിക്ക് Indeedലൊക്കെ ഞാൻ ഇട്ടിട്ടുള്ള എൻ്റെ പഴയ റെസ്യൂമെ വെച്ചിട്ട്. അതിൽ നിന്ന് എനിക്ക് 1-2 കോളൊക്കെ വന്നെങ്കിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ആഫ്റ്റർ ഈ ഒരു പ്രിപ്പറേഷന് ശേഷം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഭയങ്കര ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് റെസ്യൂമിലൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ ചെയ്ത സാധനങ്ങൾ എന്താണെന്ന് നമുക്കറിയാം, പറ്റും ഹൗ ടു പ്രസന്റ് എന്നുള്ളത് ആക്ച്വലി നമുക്ക് അറിയില്ലായിരുന്നു. ഈ രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. എങ്ങനെ ഒരു മെയിൽ അയക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കണ്ടന്റ് ഏതെല്ലാം രീതിയിൽ വെക്കണം എന്ന് അറിയില്ലായിരുന്നു. സോ ആ ഒരു ചേഞ്ച് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസ്, ഒരു ക്വിക്ക് റെസ്പോൺസ് ആണ് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇനിയും അപ്ലൈ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകാനില്ല. അപ്പൊ ആ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കി കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ വിതിൻ നമ്മളെ ഇന്ത്യയിൽ തന്നെ ആവണം എന്നുള്ള, തൽക്കാലം അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. കാരണം നമുക്ക് മൂവ് ചെയ്യാന്ന് പറയാനുള്ള കുറച്ച് സാഹചര്യങ്ങൾ നമുക്ക് പറ്റാത്തത്. സോ ഞാൻ ഈ രീതിയിൽ റെസ്യൂമേൽ ചേഞ്ച് വരുത്തിയിട്ട്, അതുപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടല്ലോ, ലെസൺ പ്ലാൻ റെഡിയാക്കണം, നമ്മൾ എങ്ങനെ PPT പ്രസന്റ് ചെയ്യണം, നമ്മൾ എങ്ങനെ പ്രസന്റേഷൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും റെസ്യൂമെ അയച്ചു തുടങ്ങി. അതായത് ഞാൻ നിർത്തിയിട്ടില്ലായിരുന്നു സംഭവം എന്നുള്ളതാണ്. ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് അയച്ചു തുടങ്ങി. എനിക്ക് ഒരുപാട് ഇന്റർവ്യൂ കോൾസ് ആണ് വന്നിട്ടുള്ളത്. ഈവൻ അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ നേരത്തെ പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ആകെ ഉണ്ടായിരുന്നു നമ്മൾ കയ്യിലുള്ള ഒരു സാധനം, സബ്ജക്റ്റ് നമുക്കറിയാം,
നന്നായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. ആ ഒരു സംഭവം മാത്രം നമ്മളെ കയ്യിലുള്ളത്. പിന്നെ സംസാരിക്കാൻ അറിയാം, ക്ലാസ് എടുക്കാൻ അറിയാം, എങ്കിലും നന്നായിട്ട് ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്നിടത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റൂലേ എന്നുള്ളൊരു മീൻസ് ചിലതൊക്കെ നാറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ആൾക്കാരാണ് സ്കൂളിലുള്ളത്. പക്ഷെ നമ്മൾ അവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളടത്താണ് നമ്മൾ സക്സസ് ആയത്. നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ് സക്സസ് ആയത്. സോ ആ ഒരു രീതിയിൽ ഇപ്പൊ അവര് ചെല്ലുന്ന സമയത്ത് നമ്മളോട് ചോദിക്കണം എന്തുകൊണ്ട് കോളേജ് വിട്ടിട്ട് സ്കൂളിലേക്ക് വരുന്നു എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. എന്റെ എക്സ്പീരിയൻസ് ഒക്കെ കാണിക്കുന്നത് കോളേജിലാണ്, 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് കോളേജിലാണ്. അപ്പൊ എന്തുകൊണ്ട് കോളേജ് വിട്ട് സ്കൂളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മളെ സാമ്പത്തികം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ കോളേജിൽ ഇവിടെ സാലറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ നമ്മളെ റെസ്യൂമേയിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതനുസരിച്ച് ഞാൻ കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ ഓരോന്നിനും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് ചോദിച്ചാൽ എന്ത് പറയണം, എങ്ങനെ ചോദിക്കാം, റെസ്യൂം പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യം. കൃത്യമായിട്ട് റെസ്യൂമിൽ ഓരോ ഏരിയാസും പഠിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഞാൻ പോയെടുത്ത് ഇപ്പൊ മുംബൈയിൽ നടന്നിട്ടുള്ള എനിക്ക് ഓൺലൈൻ ഇന്റർവ്യൂ, ഞാൻ അവരോട് ചോദിച്ചു, അവർ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് പറഞ്ഞ് ഇന്ന അടുത്ത് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ, അങ്ങനെ ഒരു ഓപ്ഷൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ദേ ആർ റെഡി. അപ്പൊ ഞാനത് ഇവിടെ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ അവർക്ക് ഡെമോൺസ്ട്രേഷൻ അയക്കണം എന്ന് പറഞ്ഞ് ഡെമോൺസ്ട്രേഷൻ അയച്ചു കൊടുത്തു. അത് PPT ഒക്കെ ഞാൻ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. അപ്പൊ PPT തന്നെ നമുക്കിപ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ റെക്കോർഡിംഗ് ചെയ്തു വെച്ചു, അത് അവർക്ക് അയച്ചു കൊടുത്തു. പിന്നെ അവർക്ക് നമ്മളെ ഡാറ്റ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവർ വെൽ ഇംപ്രസ്ഡ് ആയിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഒരു ഫർദർ ഒരു എൻക്വയറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഒരു വിത്തിൻ 1 വീക്ക് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. പിന്നെ ഇനി അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഞാൻ ചെല്ലുന്ന ദിവസം തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ എനിക്ക് രാജസ്ഥാനിലും ഇതുപോലെ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ രാജസ്ഥാൻ ആയതുകൊണ്ട് ഞാൻ കൊടുത്തത് എല്ലായിടത്തും കൊടുത്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ അവര് IGCSE സിലബസ് തന്നെയാണ്. പക്ഷെ രാജസ്ഥാൻ ആയതുകൊണ്ട് എനിക്ക് പോവാനുള്ള അവിടുത്തെ ഒരു കാലാവസ്ഥ, അവിടുത്തെ സംഭവങ്ങളൊക്കെ ഓക്കെ ആവുമോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ തൽക്കാലം അത് അങ്ങോട്ട് മാറ്റിവെച്ചു. അവര് പല പ്രാവശ്യം അവര് വന്നിട്ട് വരാൻ വേണ്ടിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എനിക്ക് ബാംഗ്ലൂരിലോ? ഇതിൽ പറയാൻ ബാംഗ്ലൂരിലത്തെ സ്കൂളോ എന്താണ് റിജക്ട് ചെയ്യാനുള്ള കാര്യം? ബാംഗ്ലൂരിലെ സ്കൂളിൽ ഞാൻ റിജക്ട് ചെയ്യാനുള്ളത്, ഇവിടെ എനിക്ക് ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അവർ ഫ്രീ ആണ്. ഈ സ്കൂളിൽ എനിക്ക് കുട്ടികളുടെ 3 മക്കളുണ്ട്. എനിക്ക് ഒരാള് 7th-ലാണ്, ഒരാൾ 5th-ലാണ്, ഒരാൾ 3 വയസ്സായുള്ളൂ. പക്ഷെ അവൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് കൂടി ആണെങ്കിൽ കൂടി 3 പേരും എഡ്യൂക്കേഷൻ അവർ തരാന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ അവർ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി അലവൻസ്, ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എഡ്യൂക്കേഷൻ തരും, സാലറി തരും, PF തരും, ESA തരും, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ആവശ്യം അതാണ്, എന്റെ കൂടെ പുറത്തു പോവാണെങ്കിൽ മക്കൾ എന്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. വെച്ചാൽ നമുക്ക് ഫാമിലിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ പണിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് അതൊരു ആവശ്യം. അക്കോമഡേഷൻ എങ്ങനെയാണ്? സിംഗിളിനാണോ ഫാമിലിക്കാണോ സിംഗിൾ അക്കോമഡേഷൻ? ആയിട്ട് അവർ അക്കോമഡേഷൻ എനിക്ക് സിംഗിൾ ആയിട്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ ആണെങ്കിൽ അവർ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും വളരെ എന്താ പറയാ, സെക്യൂർ ആയിട്ടുള്ള സംഭവം തന്നെ. സ്കൂളിന്റെ അകത്ത് തന്നെ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അത് ബാംഗ്ലൂരും അങ്ങനെ തന്നെ, സിംഗിൾ ആണെങ്കിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി പിന്നെ ആകുമ്പോൾ നോക്കണം. ഫാമിലി ആവുമ്പോൾ അവർക്ക് പറ്റില്ല, ഫാമിലി ആവുമ്പോഴുള്ള സൗകര്യം അവർക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ പുറത്ത് നോക്കണം. ഇതേപോലെ തന്നെ വേറൊരു സ്കൂള്, ബാംഗ്ലൂരിലെ ഇന്റർനാഷണൽ സ്കൂളിൽ തന്നെ ഒരു BMS എന്തോ സംതിങ് സ്കൂളിന്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ. അപ്പൊ അവിടെ ഒരു സ്കൂളിൽ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ ഫാമിലി അക്കോമഡേഷൻ കിട്ടും, പക്ഷെ ലേറ്റ് ആയിട്ട് കിട്ടും. കുറച്ച് 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും MP ഒഴിവനുസരിച്ച് നമുക്കത് തരുന്നുണ്ടാവുക. ഫാമിലി അപ്പൊ അങ്ങനെയും Good. നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ അത്രയും സമയം വെയിറ്റ് ചെയ്ത, പക്ഷെ അവിടെ നമുക്ക് വേറെ ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. ഇതാണ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി എനിക്ക് ബെറ്റർ ഓപ്ഷൻ ആയി തോന്നിയത്. ഏത് എന്ന് വെച്ചാൽ സിലബസ്? നമുക്ക് ഇത് ICSE സിലബസ് ആണ്, ഇന്റർനാഷണൽ ISC സിലബസ് ആണ് ഇപ്പൊ ഇവര് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ സിലബസിനെ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളില് മിസ് പറഞ്ഞതുപോലെ നമുക്ക് സ്കൂളിനെ പറ്റി പഠിക്കുമ്പോൾ അവർ ഏത് സിലബസ് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പും. അപ്പൊ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തു, അവരെന്തൊക്കെ സിലബസ് ഫോളോ ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിഷനും ഒക്കെ പഠിച്ചു. അതുപോലെ സിലബസ് മനസ്സിലാക്കി. സിലബസിൽ അപ്പൊ നമുക്കറിയാത്ത ഏതെങ്കിലും കണ്ടന്റ് പോകുന്നുണ്ടോ, നമ്മൾ നോക്കാൻ പറ്റും. ഇവരെ സൈക്കോളജിക്ക് പ്രാക്ടിക്കൽ ഉണ്ട് ആക്ച്വലി.
അപ്പൊ അതുകൊണ്ട് ഇവരെ പ്രാക്ടിക്കൽ എന്ന് CBSE പ്രാക്ടിക്കൽ അല്ല ICSE സിലബസ് പ്രാക്ടിക്കൽ, IGCSE അങ്ങനെയല്ല, ISE പ്രാക്ടിക്കൽ അങ്ങനെയല്ല. അപ്പം പ്രാക്ടിക്കലിൽ എന്ത് കൊടുക്കുന്നു, എന്തൊക്കെയാണ് അവർ ചെയ്യണതെന്ന് മനസ്സിലാക്കി എനിക്ക് പ്രാക്ടിക്കൽ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇവർക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള എന്ത് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അവരെ പ്രോജക്റ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ പ്രാക്ടിക്കൽസ് എന്ത് ചെയ്യും, എങ്ങനെ ഡീൽ ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയത് എനിക്ക് നല്ല കൃത്യമായിട്ട് മറുപടി കൊടുക്കാനായിട്ട് പറ്റി. അവള് ബാംഗ്ലൂർ ആണെങ്കിലും അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവർ എപ്പോ ജോയിൻ ചെയ്യുമെന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സൂപ്പർ ഇവിടെ ആയിട്ടുണ്ട് ആണെങ്കിലും ഇപ്പൊ. അതെ. ഓക്കെ. അതെ. അപ്പൊ അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ അറിവിൽ ഞാനിപ്പോ മാം പറഞ്ഞതുപോലെ നമ്മൾ അവരുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് നോക്കണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ വേണം. അവരെ മിഷനും കൂടാതെ അവരെ സിലബസ് ഏതാണ്, സിലബസിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണം. അപ്പൊ നമ്മളൊരു അത്രയും നമുക്ക് അതിലുള്ള ഈസി ആയിരിക്കും പ്രാക്ടിക്കൽ. ഇന്റർവ്യൂ അത്രയും ഈസി ആയി അതെ അതെ, മാറും. നമ്മൾ എത്ര ആ, അതെ അതെ. അതെ, എത്ര പ്രിപ്പയർ ചെയ്യണോ അത്രയും പ്രിപ്പയർ ചെയ്യണം. ഇത് മുനീറ മാമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ഇതിന്റെ അകത്ത്. താങ്ക് യു സോ മച്ച്. അത് പെയ്ഡ് ആണോ പെയ്ഡ് അല്ലേ എന്നുള്ളതല്ല, നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായല്ലോ എന്നുള്ളതാണ് അതിന്റെ ആക്ച്വലി ഒരു സംഭവം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്ര ഈസിയർ ആയിട്ട് എനിക്ക് അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റുണ്ടാവില്ല. താങ്ക് യു ബിന്ദു. ഇനി എനിക്ക് ബിന്ദുവിനോട് ചോദിക്കാനുള്ളത്, ഡെമോൺസ്ട്രേഷൻ കൊടുത്തല്ലോ ബിന്ദു, അതെ. ആ, ഡെമോൺസ്ട്രേഷൻ എത്ര മിനിറ്റ് ആയിരുന്നു അവരെടുത്തത്? ഡെമോൺസ്ട്രേഷൻ എന്നോട് ഒരു എത്രയായിരുന്നു, 10 മുതൽ 20 മിനിറ്റ് വരെയുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്കൂളിൽ നിന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി, ഒരു സ്കൂളിൽ 5 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഡെമോൺസ്ട്രേഷനിൽ ബാംഗ്ലൂർ ചെയ്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ മുന്നിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയത് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരുടെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്ത് അതിലേക്ക് വരാനുള്ള ഒരു ലെവലില് പിക്ചറൊക്കെ വെച്ച്, അറ്റൻഷൻ ആയിരുന്നു എൻ്റെ ഒരു ടോപ്പിക്. സോ അറ്റൻഷൻ ഡയറക്റ്റ് നമുക്ക് അറ്റൻഷനിലേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവര് അറ്റൻഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പിക്ചറൊക്കെ വെച്ച് 2-3 സ്ലൈഡ് പിക്ചറൊക്കെ വെച്ച് ആ പിക്ചറിന്ന് കൊണ്ടുവരാമെന്നായിരുന്നു എന്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഈ ഈ എന്താണ്, ഒന്ന് അവരുടെ ഒരു CEO സംതിങ് ഒരാള്, ഒന്ന് സബ്ജക്ട് ടീച്ചർ, ഒന്ന് വേറൊരു ഫാക്കൽറ്റിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അവരോട് എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്ത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഒരു ഇമാജിനൽ സംഭവം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴും അവർ ചോദിച്ചത്, എങ്ങനെ അറ്റൻഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇതിലേക്ക് കുട്ടികൾ വരും. അവിടെ അറ്റൻഷൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നു, പക്ഷെ സ്റ്റിമുലസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ തള്ളിക്കളയണ വളരെ നിസാരമായ സ്റ്റിമുലസ് എന്തിനാ നമ്മൾ പറയണത് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ സ്റ്റിമുലസിനെ പറഞ്ഞിട്ടാണ് നമ്മൾ അറ്റൻഷനിലേക്ക് വരുന്നത്. അപ്പൊ ആ സ്റ്റിമുലസിനെ വരെ അവർ ഫോക്കസ് ചെയ്തു. അപ്പൊ ഡെമോൺസ്ട്രേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കുട്ടി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റിമുലസ് എന്നുള്ള ചിലപ്പോൾ എന്താ സ്റ്റിമുലസ് എന്ന് കുട്ടി നമ്മളോട് ചോദിക്കാം. അപ്പോൾ ആ സ്റ്റിമുലസ് എന്നുള്ള സാധനം എന്താന്ന് എങ്ങനെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നോട് അവർ ചോദിച്ചു. അപ്പൊ അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റിമുലസ് എന്താന്ന് എങ്ങനെ പറയുന്നത്. അപ്പൊ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് എനിക്കത് വലിയ തെറ്റില്ലാതെ വലിയ കുഴപ്പമില്ലാതെ ആ സംഭവമാണ് പ്രസന്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ആ ഒരു സാധനം ശരിക്കും ഞാൻ ആ സ്റ്റിമുലസ് എന്താന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി പ്രസന്റ് ചെയ്യുന്നവർ എന്തും കൂടെ നോക്കണം എന്ന് വെച്ചാൽ, ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു ബിന്ദു? എങ്ങനെ? റിട്ടേൺ ടെസ്റ്റ് റിട്ടൺ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. റിട്ടേൺ ടെസ്റ്റ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരുന്നു. അത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. മേ ബി അവരെ സിലബസിൽ ആ കുട്ടികൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതിനെ മാത്രമേ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റ്. ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സബ്ജക്റ്റില് ആ സിലബസിൽ അവരെന്ത് പഠിക്കുന്നു എന്നുള്ള സാധനങ്ങൾ മാത്രം. അപ്പൊ ഞാനിങ്ങനെ ത്രൂ ഒബ്ജക്റ്റീവ്. ഔട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് ഈസിയർ ആയിട്ട് തോന്നി. പിന്നെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരു സ്കൂളില് അവര് കുറച്ച് കൂടി ഇൻഡെപ്ത് ആയിട്ട്, അതായത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ അല്ലായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രീതിയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാ അറിയോ ബിന്ദു? അപ്പം അങ്ങനെ ആ, ചോദിക്കുന്നവര് സബ്ജക്റ്റിൽ എത്രത്തോളം എക്സ്പേർട്ട് ആണെന്ന് നോക്കാനാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ അതെ അതെ. 2 വിധ റിട്ടേൺ ടെസ്റ്റില് നമ്മൾ ഈ MCQ ടൈപ്പ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ അതുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നൊരു ജസ്റ്റ് ചെക്കിങ്ങേ ഉള്ളൂ. മറ്റേത് അതെ അതെ. ഇന്റർവ്യൂക്ക് ചോദിക്കുമ്പോൾ എത്രത്തോളം ഡെപ്തിൽ ഈ സബ്ജക്റ്റ് അറിയാം, എക്സ്പെർട്ട് ആണെന്നുള്ള ഒരു ചെക്കിംഗ് ആണ് അതെ അതെ. നടത്തുന്നത്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞാൽ വലിയ ടെൻഷൻ വേണ്ട, എന്നാലും ആ. സെലക്ഷൻ കിട്ടും. കാരണം എത്രത്തോളം ഉം. പോകുന്നുണ്ട് ടീച്ചർ എന്ന് നോക്കാൻ ചില സ്കൂൾ ചെയ്യാറുണ്ട്, നല്ല ഉം. റിസൾട്ട് ഉം. ഒക്കെ ഉം. വരുന്ന. പിന്നെ ഉം. ഇംഗ്ലീഷ് ഒന്നും വലിയ പ്രശ്നമില്ലല്ലോ, നമ്മുടെ ഇന്ത്യൻസ് തന്നെ ആയതുകൊണ്ട്.
അത്ര ടെൻഷൻ ഇന്ത്യൻസ് ആവശ്യമില്ല. അവിടെ വലിയ നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നോട്ട് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ഒരു സജഷനും കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ പേടിക്കും തോറും നമ്മൾ പിന്നോട്ട് പോവുള്ളൂ. അപ്പൊ നമ്മളെ മുന്നിൽ വരുന്ന പേപ്പർ ആണെങ്കിലും, നമ്മൾ മുന്നിൽ വരുന്ന വീഡിയോസ് ആണെങ്കിലും, നമ്മൾ ഇൻസ്റ്റാ നോക്കുമ്പോൾ പോലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വീഡിയോസ് കാണുമ്പോൾ പോലും ഇംഗ്ലീഷിലുള്ള വീഡിയോസ് കണ്ടാൽ നമ്മളെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ അത് ഡെവലപ്പായി വരും. അപ്പൊ ഞാനും മലയാളം മീഡിയം പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ അറിയാം. ആ അറിയുന്നത് എന്താ വെച്ചാൽ ഞാൻ എന്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അല്ല എങ്ങനെയാണ് ഞാനത്, എന്റെ ആഗ്രഹം അതായിരുന്നു നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം, നമുക്ക് ആ ലെവലിൽ പോകണം എന്നുള്ള. അപ്പൊ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാവുന്ന സാധനമുള്ളൂ. നമ്മൾ ഇംഗ്ലീഷ് അറിയില്ല വെച്ചിട്ട് നമ്മൾ ബാക്കോട്ട് പോവരുത്. നമ്മൾ നമ്മൾ അന്നത്തെ ദിവസം മാത്രമേ ആ ഇന്റർവ്യൂവറിനെ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി കിട്ടിയെങ്കിലല്ലേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതാണ്. മാക്സിമം അപ്ലൈ ചെയ്യുക, അതെ. മാക്സിമം അവരെ ആ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുക. എന്നിട്ട് അത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അവിടെ നമുക്ക് എന്ത് ഡ്രോബാക്ക് വന്ന് അത് നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ മെച്ചപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് അതൊരു മോശമായിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യണില്ല എന്ന് വിചാരിക്കരുത്. ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും സംസാരിക്കാൻ അത്ര കോൺഫിഡന്റ് ഇല്ലെങ്കിൽ നമ്മൾ പോയി ചെയ്യണം. അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, നമുക്ക് കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുറച്ച് കാര്യം കൂടെ നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി പറയാണ്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കേരള സ്റ്റേറ്റിന്റെ പുറത്തേക്കുള്ള മറ്റു സ്കൂളിലേക്ക് നോക്കുന്ന സമയത്ത്, ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ നോക്കുമ്പോൾ ഇൻഡീഡ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിന് ഇതിലൊക്കെ വേക്കൻസീസ് തിരഞ്ഞുകൊണ്ടേയിരിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത് അതിനനുസരിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് അവർ നമ്മൾ കാണിക്കുക, അല്ലേ ബിന്ദു? നമ്മൾ സെർച്ച് അതെ അതെ അതെ. ചെയ്തതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇന്റർവ്യൂ കിട്ടിയ ഓൺലൈനിലൂടെ ഇന്റർവ്യൂ ഡെമോൺസ്ട്രേഷനും നമുക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾ കേരളത്തിൽ സാലറി കിട്ടുന്നില്ല, ഗൾഫിൽ ഹസ്ബൻഡ് ഇല്ലല്ലോ, ഗൾഫിലേക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളവർ ഇങ്ങനെയും കൂടെ നിങ്ങളൊന്ന് നോക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ഇന്ത്യക്കകത്ത് നിന്നും ഇന്റർനാഷണൽ സ്കൂളിലെ എക്സ്പീരിയൻസ് എപ്പോഴും ഇവിടെ കൗണ്ടഡ് ആണ്. എന്തായാലും നമ്മളെ കേരളത്തിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന പോലെ ആവില്ല കേട്ടോ. അതാ എനിക്ക് പറയാനുള്ളത്. ബിന്ദുവിനോട് ഇനി എന്തെങ്കിലും ലാസ്റ്റ് അവരോട് പറയാനുണ്ട്, ടീച്ചേഴ്സിനോട്? വേറെ എന്തെങ്കിലും? ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ? അപ്ലൈ ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്നത് നല്ല കോൺഫിഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാവർക്കും കിട്ടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ ബിന്ദു? അതെ അതെ ഓക്കെ ബിന്ദു, അതെ താങ്ക് അതെ യു അതെ. സോ മച്ച്. ഓക്കെ.